ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തോന്നുന്നു ലാവ എന്ന് പറയുന്ന ബ്രാൻഡ് രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും തന്നെ അടുത്തൊരു സ്മാർട്ട് ഫോണായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലാവ പ്ലേ അൾട്രാ 5G. എഗെയിൻ കഴിഞ്ഞ ആഴ്ചയാണ് ലാവ ബ്ലേസ് ആമോലെഡ് 2 ഇറങ്ങിയത്. എഗെയിൻ ഒരു 13,000 രൂപയ്ക്ക് നല്ലൊരു കിഡിലൻ സ്പെക്സും ഹാർഡ്വെയർ ഒക്കെ വെച്ച് നല്ലൊരു ഫോണായിരുന്നു. നമ്മൾ അൺബോക്സിങ് ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിലും ബെറ്റർ ആയ ഒരു ഹാർഡ്വെയർ ആയിട്ട് അറൌണ്ട് 14,000 റുപ്പീസിനാണ് വരുന്നത്, ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ്. ഇതിന്റെ വില 14,999 രൂപ, 1000 രൂപ കാർഡ് ഓഫർ ഉണ്ട്. അത് 6GB 120GB വേരിയന്റ്, അതേപോലെ തന്നെ 8 120 വേരിയന്റ് ഉണ്ട്. അപ്പോൾ ലാവേന്റെ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല അടിപൊളി ഹാർഡ്വെയർ ആണ്. അത് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ലാവ പ്ലേ അൾട്രാ 5G ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ലാവേന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ, നല്ല സ്പെസിഫിക്കേഷൻ, നല്ല ഹാർഡ്വെയർ ആണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് ലാവ പ്ലേ അൾട്രാ 5G ഒന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജിങ്. ലാവ പ്ലേ അൾട്രാ എന്ന് പറഞ്ഞ ബോക്സിൽ എഴുതിയതാണ്. അതിന് ക്യാമറ യൂണിറ്റിന്റെയും കൂടെ ഒരു പടം നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സൽ AI മാട്രിക്സ് ക്യാമറ എന്ന് എഴുതിയതാണ്. ഫ്രീ സർവീസ് അറ്റ് ഹോം. അപ്പോൾ കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഈ ലാവേന്റെ സർവീസിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതിനകത്ത് ഫ്രീ സർവീസ് അറ്റ് ഹോം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ പറയാം. ഫ്രീ സർവീസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ലാവ നമ്മുടെ വീട്ടിൽ വന്ന് ഫോൺ സർവീസ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ലാവേന്റെ വെബ്സൈറ്റ് ഇപ്പോൾ അതിനകത്ത് സർവീസ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ലാവേന്റെ വെബ്സൈറ്റിൽ സർവീസ് ഇതിനകത്ത് ഒരു ഫോം കാണാം. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ അഡ്രസ്സും നമ്മൾ ഏത് ഫോണാണ് വേണ്ടത് സർവീസ് ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ലാവ കളക്ട് ചെയ്തതിന് ശേഷം അവർ നമ്മളെ വിളിക്കും, എന്നിട്ടാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് സെന്റർ അല്ല, ഫ്രീ സർവീസ് അറ്റ് ഹോം ആണ്. അങ്ങനെയാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും എന്നുള്ളതാണ് ലാവേന്റെ പ്രോമിസ്. അപ്പോൾ ഇനി സർവീസിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറയരുത്. ഇനി നമുക്ക് ഇതിനകത്ത് പറയാം, ഒരു മീഡിയടെക്കിന്റെ ഡിമെൻസിറ്റി 7300 ചിപ്പാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അനോണിമസ് കോൾ റെക്കോർഡിംഗ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പേര് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ IP64 റേറ്റിംഗ് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ എഴുതിയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. 64 മെഗാപിക്സൽ സോണി IMX682 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5 മെഗാപിക്സൽ മാക്രോ സെൻസറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം ഫോണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു കേസാണ്. കേസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസ് കാണില്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഫോണാന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. വീണ്ടും തന്നെ ആ ഫ്രീ സർവീസ് അറ്റ് ഹോം എങ്ങനെ അവൈൽ ചെയ്യുക എന്നുള്ളത് വാട്സാപ്പ് വഴിയും ചെയ്യാം, കോൾ സെൻറ്ററിൽ വേണമെങ്കിൽ വിളിച്ചിട്ടും അവൈൽ ചെയ്യാം. അപ്പോൾ ഈ 3 ഓപ്ഷനാണുള്ളത്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി അല്ലെങ്കിൽ ഈ ബാർകോഡ് സ്കാൻ ചെയ്താലും മതി. പിന്നെ ഒരു USB Type-C ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. Type-C to Type-C ചാർജറാണ്. ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു 33 വോട്ടിൻ്റെ അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാവ പ്ലേ അൾട്രാ എന്ന് പറഞ്ഞ ഡിവൈസ്. അപ്പോൾ ക്യാമറ യൂണിറ്റ് ആണില്ലേ, ആ ഒരു സർക്കുലർ ക്യാമറ. ഇവിടെ ഒരു സ്റ്റീലിന്റെ ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ ഒരു മാറ്റ് പാനലാണ്. ഇത് ഗ്ലാസും നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നാണ്. നല്ലൊരു സ്മൂത്ത് മാറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ലാവ 5G എഴുതിയത് കാണാം. ഇവിടെയും അതേപോലെ 64 മെഗാപിക്സൽ ഷൂട്ടറാണ്. പവർ ആൻഡ് വോളിയം കീസ് കാണാം. സൈഡിലൊരു എഗെയിൻ ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം. സൈഡിൽ സിം ട്രേ കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു 3.5mm ബോഡി ജാക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ USB Type-C പോർട്ടും ഇവിടെ വീണ്ടും സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുക. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം സ്ലിം ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കൂടാണ്ട് തന്നെ ബെസൽസ് നോക്കി വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നുന്നു. പൊതുവെ ഈ പ്രൈസ് സെഗ്മെന്റിലെ ഫോണ് താഴത്തെ ബെസൽസ് ഒരുപാട് ലാർജ് ആവാറുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു ബെസൽ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഇവിടെ പറയാം. അതുമാത്രമല്ല സൈഡ് ബെസൽസും വളരെ മിനിമലായിട്ട് തോന്നി. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. 6.67 ഇഞ്ചസ് പറഞ്ഞാൽ ഒരുപാട് ലാർജും അല്ല, എന്നാൽ ഒരുപാട് സ്മോളും അല്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തിക്നെസ്സും വെയിറ്റും ഒക്കെ അത്ര അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മിനിമൽ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ IP64 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഫിനിഷും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. 1000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ
പ്രത്യേകം എന്താ വെച്ചാൽ ഇത് AMOLED ഡിസ്പ്ലേ ആണ്. അതുകൂടാണ്ട് തന്നെ 100% DCI P3 കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 16 മില്യൺ കളേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ കളേഴ്സ് വളരെ റിച്ച് ആണെന്നുള്ളത് പറയുന്നതിൽ ഒരു സംശയമില്ല. DCI P3 കളർ ആക്യുറസിയും നല്ലതാണ്. അപ്പോൾ അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസ് നോക്കി വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും നല്ലതാണ്, ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ ഒക്കെ കാണാൻ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. നല്ല കളേഴ്സും റിച്ച് കളേഴ്സാണ് ആക്ച്വലി. അതേപോലെ ടച്ച് റെസ്പോൺസും ഓവറോൾ നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, AMOLED പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി ലാവേൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. കാരണം വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ആൻഡ്രോയിഡിലെ ബേസിക് UI ആണ് വരുന്നത്. അഡീഷണൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല, വളരെ ബേസിക് ആണ്. എന്നാൽ ചില ടൂൾസ് ആൻഡ് ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതായത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷനോ തീംസോ അങ്ങനത്തെ ഒന്നും തന്നെ ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല, വളരെ മിനിമലാണ്. എന്നാൽ ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല, വളരെ ഫാസ്റ്റ് ആണ് UI ആയിട്ടില്ല. റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് 15 ആണ്. 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് ലാവ പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലാണ്ട് ഒറ്റ ബ്ലോട്ട്വെയർ പോലും ഇല്ല, എല്ലാം ഗൂഗിളിൻ്റെ ആപ്സ് ആണ്. ആകെ ഒരു ഗെയിം ബൂസ്റ്റർ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണായിട്ടാണ് ലാവ ഇതിനെ പറയുന്നത്. കാരണം 15,000 റുപ്പീസിന് താഴെ 7 ലക്ഷം ആൻഡ്രോയിഡ് സ്കോറും അതിനൊപ്പം തന്നെ ഡിമെൻസിറ്റി 7300 ചിപ്പൊക്കെ വെച്ച് UFS 3.1 വരുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആയിട്ടാണ് ലാവ ഇതിനെ പറയുന്നത്. അപ്പോൾ ഗെയിം ബൂസ്റ്റർ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് വേറെ ഒരു തേർഡ് പാർട്ടി ആപ്പും ഇതിനകത്തില്ല. എല്ലാം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഗൂഗിൾ ആപ്സേ കൊടുത്തുള്ളൂ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുത്തത് വീണ്ടും നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, ഡിസൈനും ഡിസ്പ്ലേ ഒക്കെ പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് വരാം. ഡിമെൻസിറ്റി 7300 ചിപ്പാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ചിപ്പാണ്. ഈ ഒരു ചിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിൽ അറൌണ്ട് 7 lakh ഒക്കെ ആൻഡ്രോയിഡ് സ്കോർ കിട്ടുന്നുണ്ട്. അറൌണ്ട് 7-7.5 ലക്ഷം ഒക്കെ ആൻഡ്രോയിഡ് സ്കോർ വരുന്ന ഒരു ചിപ്പാണ് ഡിമെൻസിറ്റി 7300. ഇൻഫാക്ട് ഇത് ലാസ്റ്റ് ഇയർ ചിപ്പാണ്, അതൊരു പുതിയ ചിപ്പാണെന്നൊന്നും പറയില്ല. ഇൻഫാക്ട് CMF ഫോൺ ഇറങ്ങിയതൊക്കെ ഈ ഒരു ചിപ്പ് വെച്ചാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ CMF ഫോൺ 2 ഒക്കെ ആ ഒരു ചിപ്പ് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്പ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് 15,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ചിപ്പാണ്. അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ട് ഉണ്ട്, LPDDR4X റാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട നല്ലൊരു ഹാർഡ്വെയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. നല്ലൊരു ചിപ്പ്, അതിനൊപ്പം തന്നെ നല്ല പെർഫോമൻസ് ഓറിയന്റഡ് UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ ഡേ ടു ഡേ യൂസേജിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, നല്ല പവർഫുൾ ചിപ്പ് ആയതുകൊണ്ടും, രണ്ടാമത്തെ ഇതിന്റെ സോഫ്റ്റ്വെയർ വളരെ ക്ലീൻ ആണ്. അതായത് കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു എന്താ പറയുക കോൺ പറയുകയാണെങ്കിൽ, അതായത് ഒരു പോരായ്മ പറയുകയാണെങ്കിൽ, എന്നാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിനകത്ത് വളരെ സ്മൂത്തായ പെർഫോമൻസ് ആണ്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്, നല്ല സ്മൂത്ത് ആണ്. അപ്പോൾ അത് നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ പെർഫോമൻസിലേക്ക് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അഗെയിൻ 20,000 രൂപയുടെ മുകളിൽ വരെ ചില ഫോൺസിനൊക്കെ മോണോ സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് താഴെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് ലാവേൻ്റെ ഒരു ഇത്. അത് ആ ഒരു പ്രോമിസ് ലാവ ഇതിനകത്തും പാലിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നമുക്ക് കിട്ടുന്നത്. അതും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. എയർടെലും ജിയോന്റെ ഒക്കെ തന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പം പെർഫോമൻസിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് തന്നെ പറയാം. ഡിമെൻസിറ്റി 7300 നല്ലൊരു ചിപ്പാണ്, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസ് എനിക്ക് ഓഫർ ചെയ്തത്. ഇനി നമുക്ക് ക്യാമറയിൽ പോകാം. ഇതിനകത്ത് വരുന്ന ഒരു 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ്. പിന്നെ ഒരു മാക്രോ സെൻസറും ഒരു 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഈ ഒരു പ്രൈസിംഗിൽ സാധാരണ 8 മെഗാപിക്സലൊക്കെയാണ് സെൽഫി ക്യാമറ വരാറ്. എന്നാൽ ഇവിടെ 13 മെഗാപിക്സൽ ഉണ്ട്. അല്ലാത്ത 16 മെഗാപിക്സലിലൊക്കെ സെൽഫി ക്യാമറ ഉള്ള ഫോൺസും ഉണ്ട് കേട്ടോ. എന്നാൽ 13 മെഗാപിക്സൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സോണി IMX 682 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 5 മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ ഉണ്ട്. അതുകൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടുന്നത് 13 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിൽ പോകുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എനിക്ക് തോന്നിയത്. റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. എത്ര ഫോൺസ് ഉണ്ട് ഈവൻ 25,000 റുപ്പീസിന് താഴെ റിയർ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവേ 4K സപ്പോർട്ട് റിയർ ക്യാമറയിൽ ഒട്ടുമിക്ക ഫോൺസും വരാറുണ്ട്. എന്നാൽ സെൽഫി ക്യാമറ പല ഫോൺസും ഇപ്പോഴും
1080p റെസൊല്യൂഷനാണ്. ഇവിടെ നമുക്ക് 4K സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൊടുക്കണം. ഇതെല്ലാം ലാവ പ്ലേ അൾട്രാ 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാമറ സെഗ്മെന്റ്, ഈ സെഗ്മെന്റ് നല്ലൊരു അനുയോജ്യമായ ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഏറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. നല്ല ക്യാമറ സാമ്പിൾസ്, നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ്സിലും, അതേപോലെ ഒരു 5 മെഗാ മാക്രോ സെൻസറും ഉണ്ട്, അതും അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 13 മെഗാ സെൽഫി ക്യാമറയുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ നമുക്ക് 4K റെക്കോർഡിംഗ് കൂടെ ഒന്ന് കാണാം. ഇത് 4K റെക്കോർഡിംഗ് ആണ്. എഗെയിൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലാവ ഈ ഒരു സെഗ്മെന്റിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ ഡെഫിനറ്റ്ലി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലാവ പ്ലേ അൾട്രാ 5G എന്നെടുത്ത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ സാമ്പിൾ. 4K റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും, ഇതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ ഓഡിയോ എക്സ്പീരിയൻസും ഈ ഫോണിൽ നിന്ന് സെൽഫി ക്യാമറയിൽ നിന്ന് എടുക്കുമ്പോൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് ബാറ്ററിയിലോട്ട് വരും. 5000 mAh ബാറ്ററി, 33 watt ചാർജിങ്. 5000 mAh ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രയ്ക്ക് ഒരു വൗ ഫാക്ടർ ഇല്ല. ഇപ്പോൾ 6000 7000 mAh കപ്പാസിറ്റി ഒക്കെ ബാറ്ററി വരുമ്പോൾ 5000 ഡെഫിനറ്റ്ലി ഓൺ ദി ലോവർ സൈഡാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. എന്നാലും നല്ല സ്ലിം ചാസി ആവുകൊണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എഗെയിൻ ഒരു 5500 കൊടുക്കാമായിരുന്നു ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് പ്രോബ്ലി അടുത്ത ഇറ്ററേഷനിലെങ്കിലും ലാവ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. 33 watt ചാർജിങ്ങും കുഴപ്പമില്ല. ഈ പ്രൈസ് സെഗ്മെന്റിൽ അറൗണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ എനിക്ക് തോന്നുന്നു എടുക്കുന്നതാണ്. 33 watt ചാർജിങ് 1.5 hours താഴെ ചാർജിങ്ങിന് എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഏറെക്കുറെ ആക്സെപ്റ്റബിൾ ആയ കാര്യങ്ങളാണ്. പക്ഷേ 5000 എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ബാറ്ററി, ഹയർ കപ്പാസിറ്റി ബാറ്ററി വരുമ്പോൾ 5000 കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ല കേട്ടോ. ലാവൻ്റെ ഫോൺസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിലും ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഇതായിരുന്നു ലാവ പ്ലേ അൾട്രാ 5Gൻ്റെ ഒരു അൺബോക്സിങ്, ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ലാവ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചെയ്യാൻ ശ്രമിച്ചതിനുള്ള എഫേർട്ടിന് അറ്റ്ലീസ്റ്റ് നല്ല മാർക്സ് കൊടുക്കണം. കാരണം ക്യാമറയിലാണെങ്കിലും UFS 3.1 ആണെങ്കിലും AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ അതിൽ തന്നെ DCI-P3 100% കളർ ഗ്യാമറ്റുള്ള ഡിസ്പ്ലേ, ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, പെർഫോമൻസിൽ ഡിമെൻസിറ്റി 7300 കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ആസ്പെക്ട്സ് ആണ്. പ്രോബ്ലി ബാറ്ററിയിലും കൂടെ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വരുത്തിയാൽ ഒരു 5500 6000 mAh കൊണ്ട് കൊടുക്കാമെങ്കിൽ ഇതൊരു കിഡിലം എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും എനിക്ക് ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റ്, അത് 13,999 രൂപയ്ക്ക് ഇതൊരു അടിപൊളി ഫോണാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിൻ്റെതായ ഒരു നല്ല ഒരു ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ലാവ പ്ലേ അൾട്രാ 5Gൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിവൈസിനെ കുറിച്ച്? ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.